When did your spiritual awakening started, or what was your trigger point? എൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് ഒരു പ്രശ്നമില്ലെന്ന് വെറുതെ കള്ളം കുടിച്ച് അമ്മണിക്കാരോടെ അങ്ങനെ ചില്ലായി നടന്നു ഞാനും. പെട്ടെന്നാണ് മെഡിറ്റേഷൻ ചെയ്യാനൊരു വിളി വന്നത്. പിന്നെ ഗുരുവിൻ്റെ കവറിൽ ഒരു പിടി അല്ല, അപ്പോൾ അങ്ങനെ നിന്ന് പെട്ടെന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള ട്രോമിക് ഇവൻറ്റ്സ്, ബ്രേക്കപ്പ്, അങ്ങനത്തെ യാതൊരു സംഭവം ഉണ്ടായില്ല. ഞാൻ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ചില്ല് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ നടന്ന മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഈ ഒരു കോളിംഗ് ഉണ്ടായത്. അപ്പോൾ അത് നമ്മുടെ പ്രീവിയസ് ലൈഫൊക്കെ കണക്റ്റഡ് ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്പിരിച്വൽ ഇതിലേക്ക് വരുന്നതും. പിന്നെ ഓട്ടോമാറ്റിക്കാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലല്ല, ഒരു സീക്കിങ് പോലെ നമ്മൾ പക്ഷേ എന്നിട്ട് കുറേ കാലം കിട്ടോ. അപ്പം ഞാനിപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗുരുവിനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ ഗുരു ഒന്നില്ലാണ്ട് എത്രയോ 7-8 കൊല്ലം നടന്നിട്ടുണ്ട്. അപ്പം അത്രയും കൊല്ലം സത്യം പറഞ്ഞാൽ എൻ്റെ വേസ്റ്റായി പോയതാണ്. കാരണം ഒരു ഗുരു ആ സമയം 8 വർഷത്തോളം എനിക്ക് ആ ഒരു ഗുരു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് എനിക്ക് ഡെവലപ്മെൻറ്റ് സംഭവിക്കാമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യില്ലല്ലോ. നമ്മൾ യൂട്യൂബ് നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും നോക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ച് ആ ലെവലിൽ നമ്മൾ നിൽക്കുള്ളൂ. സെൽഫ് സ്റ്റഡി. അപ്പം എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ പലതും പ്രാണിക്കാനും പഠിക്കാനും മറ്റു കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരിനെ പഠിച്ച് അർഹാറ്റിക് യോഗീസ് വരായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചേഞ്ച്, അവരുടെ പ്രാക്ടീസ് അപ്പോൾ നിന്നെക്കാളും നന്നായിട്ട് ഒരുപാട് ഒരു പ്രാക്ടീസൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും വരട്ടെ. ഒരു കേരളത്തിൽ തന്നെ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ ബി ഇറ്റ്.